ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഹാൻഡ് കഫ് ചെയ്ത് പിടിച്ചോണ്ട് വിളിച്ചപ്പോൾ തന്നെ ഞാനിങ്ങനെ ഫോൺ എടുത്തു. കീപ്പ് ഓൺ കോളിംഗ് വന്നപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, "എടാ എന്താണ് പ്രശ്നം? അബീസ് ബ്രോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഏതെങ്കിലും ഒരു സോളിസിറ്ററിൻ്റെ നമ്പർ തരുമോന്ന് ചോദിച്ചു." ഞാൻ പറഞ്ഞു, "എടാ ഈ രാത്രി വിളിച്ച് കഴിഞ്ഞാൽ അവർ എടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒച്ച എടുക്കുകയുള്ളൂ. വിളിക്കൂല. രാവിലെ ആവട്ടെ" എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, "എടാ ഓണർ എന്ന് പറയണവൻ നമ്മുടെ 28 വയസ്സുള്ളൂ. അപ്പോൾ അവൻ്റെ വൈഫ് ഇരുന്ന് കരയുവാണ്. ബർത്ത്ഡേ ദിവസമാണ് അവൻ്റെ. അപ്പോൾ അവനെ പോലീസ് കൊണ്ടുപോയതിൻ്റെ ടെൻഷനിൽ കരയുവാണ്. എന്താ നടക്കണെ? പോലീസ് കൊണ്ടുപോയി ഇടിക്കുവോ? അങ്ങനെയുള്ള പല ടെൻഷനുണ്ട്. അല്ലെങ്കിൽ ജയിലിൽ കിടക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല എന്താ നടക്കണത്." അവിടെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു ഊബർ ഡ്രൈവർ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുമായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അബീസിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളായി ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന്. അതിന് കാരണം വേറെ ഒന്നും അല്ല കേട്ടോ. UK പ്രത്യേകിച്ച് ഒന്നും നടക്കണില്ല. ILR PR അതൊക്കെ ഒന്ന് തണുത്ത് കിടക്കുവാണ്. മൊത്തത്തിൽ UK ഒരു ഡൗൺ ആയിട്ട് കിടക്കുവാണ്. പക്ഷെ അതൊന്നുമല്ല ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വന്ന് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യും കേട്ടോ. ഒരു 2 ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എൻ്റെ വീഡിയോസ് കണ്ടാണ്. വേറെ ഒന്നുമില്ല, അവർക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഇത് ഞാൻ പറയണത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. UK എല്ലാവരും തന്നെ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാര്യം നമ്മുടെ ഒരു ചെറിയ മിസ്റ്റേക്കിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ട വരും. ഓക്കെ, വേറെ ഒന്നുമല്ല, ഞാൻ കാര്യം പറയാം. അതായത് ജനുവരി 14 ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ. അപ്പം ഫ്രണ്ട്സ് എല്ലാവരും കൂടി, ഇപ്പം നമുക്കറിയാലോ, ഒരു ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് നമ്മൾ സെറ്റായിട്ട് ഇങ്ങനെ ഇരുന്നു ബർത്ത്ഡേ ആഘോഷിക്കും. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ കള്ളു കുടിക്കാത്ത ഇത്തനായതുകൊണ്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, തൊട്ടടുത്തല്ലേ, ജസ്റ്റ് ആ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് നീ കുറച്ച് സാധനം മേടിച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. 1.5 മൈലുള്ളൂ. കഷ്ടകാലം എന്ന് പറയണത് നമുക്ക് എങ്ങനെയാ വന്നിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ ആ വണ്ടി എടുത്ത് പോയി. ഒരു 1/2 മൈൽ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചപ്പുറത്തോട്ട് മാറി ഒരു മതിലെ കൊണ്ടുവന്ന് ഇടിച്ചു. വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പം കാര്യം ഇവന് ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല. ഇവനെന്താ വണ്ടി ഇടിച്ചത് അവിടെ നിന്ന് പാനിക്കായി, ടെൻഷനായി ആ വണ്ടി പെട്ടെന്ന് എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഇവൻ്റെ വീട്ടിലോട്ട് പോയി. അതായത് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാതെ അതിൻ്റെ തൊട്ടടുത്ത് ഇവൻ്റെ വീട്. അപ്പോൾ ഇവൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പം ഇവനൊരു കോൾ വന്നു, എടാ നീ എന്താടാ ഒപ്പിച്ചേക്കണ? അപ്പം ശരിക്കുമുള്ള ഓണറിൻ്റെ വീട്ടിലോട്ട് പോലീസ് എത്തി. അപ്പോൾ ഇവന്മാർ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുമല്ലോ, ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഹാൻഡ് കഫ് ചെയ്ത് പിടിച്ചോണ്ട്. അപ്പോൾ പോലീസിൻ്റെ വിചാരം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന ആളാണ് വണ്ടി ഓടിച്ചത്, അതായത് ഓണർ തന്നെയാണ് വണ്ടി ഓടിച്ചത്, ഡ്രിങ്ക്സ് ആണെന്നുള്ള രീതിയിലാണ് പോലീസ് പിടിച്ചോണ്ടത്. അപ്പോൾ തന്നെ പിന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി വന്നു, ഓടിച്ചത് വേറെ ആളാന്നുള്ളത്. അപ്പോൾ ഇതിൽ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസ് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആൾ പാനിക്കായിട്ട് മറ്റോൻ വിളിച്ച് പറയുന്നുണ്ട്, ഈ ഓണറിൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ എൻ്റെ പേര് പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞു എൻ്റെ മിസ്റ്റേക്ക് അല്ലേ എന്നുള്ള രീതി. അപ്പോൾ ഈ ഹാൻഡ് കഫ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതൊരു ഹിറ്റ് ആൻഡ് റൺ കേസായിട്ട് മാറി. അപ്പോൾ ഇവരെ രാത്രി എന്നെ കിടന്ന് വിളിക്കുക. ഈ സംഭവം നടക്കണതല്ല രാത്രി 12:30 വിളിച്ചപ്പോൾ തന്നെ ഞാനിങ്ങനെ ഫോൺ എടുത്തു. കീപ്പ് ഓൺ കോളിംഗ് വന്നപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എന്താണ് പ്രശ്നം? അബീസ് ബ്രോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഏതെങ്കിലും ഒരു സോളിസിറ്ററിൻ്റെ നമ്പർ തരുമെന്ന്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സോളിസിറ്ററിൻ്റെ നമ്പർ. ഞാൻ പറഞ്ഞു, എടാ ഈ രാത്രി വിളിച്ച് കഴിഞ്ഞാൽ അവർ എടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒച്ച എടുക്കുകയുള്ളൂ, വിളിക്കൂല, രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എടാ ഓണർ എന്ന് പറയണവൻ നമ്മുടെ 28 വയസ്സുള്ളൂ. അപ്പോൾ അവൻ്റെ വൈഫ് ഇരുന്ന് കരയുവാണ്. ബർത്ത്ഡേ ദിവസമാണ് അവൻ്റെ. അപ്പോൾ അവനെ പോലീസ് കൊണ്ടുപോയതിൻ്റെ ടെൻഷനിൽ കരയുവാണ്. എന്താ നടക്കണെ? പോലീസ് കൊണ്ടുപോയി ഇടിക്കുവോ? അങ്ങനെയുള്ള പല ടെൻഷനുണ്ട്. നമുക്കെല്ലാവർക്കും ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലാണ്. അവിടെ എന്താ നടക്കണത്? നമ്മളാരും ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ജയിലിൽ കിടക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല എന്താ നടക്കണത്. നമ്മൾ സോളിസിറ്ററിനെ വിളിച്ചപ്പോൾ സോളിസിറ്റർ പറഞ്ഞു, കള്ള് കുടിച്ചേക്കണോണ്ട് അവൻ്റെ മൊഴി ഇപ്പം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ക്ഷമിക്കുക. ഇന്ന് രാത്രി 12:30 അവനെ പിടിച്ചതെന്നുണ്ടെങ്കിൽ 12:30 രാത്രി 12 ഒരു ദിവസം കഴിയുമ്പോൾ അവന് വിടും. വിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചോളാൻ പറഞ്ഞു. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വിട്ടു. അവൻ്റെ മേത്ത് തൊടലോ കാര്യങ്ങളോ ഒന്നും പോലീസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവനോട് കാര്യം ചോദിച്ചു. കള്ള് വയറ്റി കിടക്കുമ്പോൾ നമ്മൾ പറയണ കാര്യങ്ങൾക്ക് വ്യക്തത. അത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു കള്ളൂടെയും പറയുകയാണെങ്കിൽ ഞാൻ 25 പേരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ ഇരിക്കാനേ പറയുള്ളൂ. ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ ആ കെട്ടിറങ്ങി കഴിയുമ്പോഴാണ് മൊഴി എടുക്കുകയുള്ളൂ. ആ സെയിം സിസ്റ്റം തന്നെയാണ് ഇവിടെ. അപ്പോൾ സോളിസിറ്റർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വണ്ടി ഇടിച്ചപ്പോൾ തന്നെ നീ സ്പോട്ടിൽ തന്നെ പോലീസിനെ വിളിക്കണമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ സംഭവം നടന്നു, അപ്പോളജൈസ് ചെയ്തിട്ട് ഇനി നീ എന്നാണ് ഇൻഷുറൻസ് എടുക്കണതോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണതോ അന്നേരം നിനക്കൊരു പണി കിട്ടുള്ളൂ. ഇത് അവിടെ ഈ ഇടിച്ചവൻ ബുദ്ധിപരമായിട്ട് അവിടെ ചുറ്റും പുറം നോക്കിയപ്പോൾ ക്യാമറയും കാര്യങ്ങളും ഒന്നും കണ്ടില്ല. കണ്ടത് അവിടെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു ഊബർ ഡ്രൈവർ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുമായിരുന്നു. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ ഈ രാജ്യത്തൊരു സംഭവം. ഈ പോലീസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കേസൊക്കെയായി നമ്മുടെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് എത്രയും പെട്ടെന്ന് ഇറക്കാൻ നോക്കണം കേട്ടോ. കാര്യം ഇപ്പോൾ ഈ പിള്ളേർക്ക് അടുത്താണെങ്കിലും പോലീസ് പറഞ്ഞേക്കണം മാർച്ചിലോട്ടാണ് ഇവർക്കിടെ ഹിയറിങ് പോലെ വിളിപ്പിച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് ഇതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ചപ്പം UK ഇത് ആദ്യത്തെ വ്യക്തിയൊന്നും അല്ലാട്ടോ ഇങ്ങനെ വണ്ടി ഇടിച്ചിട്ട് ഓടിപ്പോണതും. ഇപ്പം നമുക്ക് തന്നെ അറിയാം 6-8 മാസം മുമ്പ് സിഗ്നൽ ക്രോസ് ചെയ്യാൻ
നിന്ന ഒരു പെണ്ണിനെ വണ്ടി ഇടിച്ചിട്ട് ടാർപ്പയൊക്കെ മൂടി ആളിപ്പോഴും ജയിലിലാണ്. ഇപ്പോൾ ഹിറ്റ് ആൻഡ് റൺ കേസ് നിറയുണ്ട്. അപ്പോൾ ഇതിൽ ആളപകടം ഒന്നുമില്ല, ജസ്റ്റ് മതിലിൽ ഇടിച്ചിട്ടുള്ളായിരുന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ വണ്ടി കിടക്കുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു സോളിസിറ്ററിനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിനേക്കും വിളിച്ച് ആ വണ്ടി ഇറക്കാൻ നോക്കുന്നുണ്ട്. കാര്യം ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് പേരായിട്ട് സംസാരിച്ചപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആളുണ്ടായിരുന്നു. ഇവർക്കിടെയും ഇതുപോലെ വണ്ടി ഇടിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ട് അല്ലേന്ന് പോയിപ്പം ഒരു ദിവസം 25 പൗണ്ട് വെച്ചിട്ട് ആ വണ്ടി സ്റ്റേഷനിൽ കിടക്കുന്നതിന് ചാർജ് ആവും ട്ടോ. ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചവർക്കിടെ വണ്ടി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അപ്പം പോലീസ് സ്റ്റേഷനിൽ വണ്ടി കിടക്കണത് അത്ര നല്ല കാര്യമല്ല. നല്ല കാര്യം മീൻസ് 10 ദിവസം കിടക്കുമ്പോൾ 250 രൂപ, 20 ദിവസം കിടക്കുമ്പോൾ 500 പൗണ്ട്, അങ്ങനെ. പിന്നെ ഈ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകുമല്ലോ, അതിനൊരു 150 പൗണ്ട്, നല്ലൊരു എമൗണ്ട് ആവും. മോറൽ ഓഫ് ദ സ്റ്റോറി വേറെ ഒന്നുമല്ല, ഇതിൽ എന്ത് സംഭവിച്ചാൽ തന്നെ പോലീസ് കണ്ടുപിടിക്കും. ഇവിടുത്തെ UK പോലീസിൻ്റെ വേറൊരു കാര്യം പറയാം. ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്, ഞാൻ HMRCക്ക് ടാക്സ് അടയ്ക്കണില്ല എന്ന് വെച്ചു, ഇവരിതൊന്നും കണ്ടില്ല എന്ന് വിടും. ഈ നല്ല മീൻ പിടിക്കാൻ അറിയണവർ ഈ മീൻ ഇങ്ങനെ തീറ്റ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ അതിൻ്റെ അണ്ണാക്കിൽ നല്ല രീതിയിൽ, ഇവിടുത്തെ സോളിസിറ്റർ പറഞ്ഞൊരു കഥ കേട്ടോ, അണ്ണാക്കിൽ നല്ല രീതിയിൽ കുളത്തി കഴിയുമ്പോൾ വലിക്കുള്ളൂ, അപ്പം അത് ചാടിപ്പോവില്ല. അതാണ് ഇവിടുത്തെ പോലീസുകാർ. അപ്പം നമ്മൾ പറയും ഇവിടുത്തെ പോലീസിന് കഴിവില്ല, അതില്ല, അങ്ങനെയാണ്, ഒന്നിനും ഇവരൊരു ആക്ഷൻ എടുക്കണില്ല എന്ന്. പക്ഷേ ഇവരെടുത്ത അത് എടുത്തതാണ്. അത് ഇവിടെ എടുത്തവർക്ക് അതിൻ്റെ അനുഭവം അറിയാം. അപ്പം നമ്മൾ UK എന്ത് കാര്യം നടത്തുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കമ്പനി, ഇപ്പോൾ HMRC ആണെങ്കിലും എന്തെങ്കിലും ഇല്ലീഗൽ പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് പോയി സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ശിക്ഷയ്ക്ക് ഇളവുണ്ട്. ഞാൻ പറയണത് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ChatGPT നിങ്ങൾ അടിച്ചു കൊടുക്കുവാണ്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് ഉണ്ട്, ഞാൻ ഇത്ര നാൾ HMRCയിലോട്ട് ടാക്സ് അടയ്ക്കുന്നില്ല, ഞാൻ എത്ര രൂപ ഫൈൻ അടയ്ക്കണം, അതെല്ലാം അതിൽ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം മനസ്സിലാവണവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉള്ളവർ, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് എന്നേക്കാൾ നന്നായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്ത് ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എനിക്കറിയാവുന്ന ഒരു നോളജിക്കും വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സംഭവം നടന്നിട്ടിപ്പോൾ ഇന്നേക്ക് 5 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ അമ്മമാരെ വിളിച്ചപ്പോൾ ഇത്രയാണ് പറഞ്ഞത്, എടാ വണ്ടി ഇറക്കാനുള്ള പരിപാടി പെട്ടെന്ന് നോക്കിക്കോ, ഓരോ ദിവസം കിടക്കുമ്പോൾ വണ്ടിയുടെ കാശ് ഇങ്ങനെ കൂടി വരും. ഒരു ദിവസം 25 പൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ അബി, സൈനിങ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാ.